ഇറാനിലൊക്കെ ഇനി നടക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൺവെൻഷനല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ചെസ്സ് കളിക്കുന്ന ഇവിടുന്ന് ഒരു പിടി ഇങ്ങനെയുള്ള യുദ്ധമല്ല. അത് ചിലപ്പോൾ മസ്ജിദിൽ നിന്ന് വരാം, സ്കൂളിൽ നിന്ന് വരാം, ഹോസ്പിറ്റൽസിൽ നിന്ന് വരാം. ഈ 3 സ്ഥലത്തു നിന്ന് ഒരിക്കലും നമുക്ക് തിരിച്ച് വെടിവെക്കാൻ റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റ് എതിരാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വെടിവെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ വെടിവെച്ചെങ്കിൽ നേരെ ജയിലിലോട്ട് പോകാം 20 വർഷം. മറ്റൊരു രാജ്യത്ത് പോയി ആ രാജ്യത്തെ സ്വന്തമായിട്ട് ശിരസാ വഹിച്ച് മാതൃരാജ്യമായിട്ട് കണക്കിലെടുത്ത് ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് മാനസികമായിട്ട് നമ്മൾ ഒത്തിരി പൊരുത്തപ്പെടണം. നമുക്ക് താല്പര്യമില്ലാത്ത ഒരുത്തിന് വേണ്ടി നമ്മൾ തല്ലുകൂടും, നമ്മുടെ സുഹൃത്തിന് വേണ്ടി നമ്മൾ ജീവൻ പണയം വയ്ക്കും. ആ അവസ്ഥയായിരുന്നു എനിക്ക്. എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമേരിക്ക ഇന്ത്യയുടെ യുദ്ധത്തിന് പോയി നീ ആരുടെ കൂടെ നിൽക്കുമോ? ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്. അമേരിക്കയുടെ യൂണിഫോം അറിഞ്ഞ് അമേരിക്കയുടെ പതാക നമ്മുടെ റൈറ്റ് ഷോൾഡറിൽ, പതാക ഏന്തി യൂണിഫോം ഇടുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. നമ്മുടെ ഇതിൽ നമ്മുടെ പേരൻസ് നിന്നാലും നമ്മൾ. പക്ഷേ അവർ മുൻകൂറൊന്നും പറയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊന്നും വിളിച്ച് ആ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂലാണെങ്കിലും എനിക്ക് കുറേ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തില്ല. കാരണം എന്നെ ഒരു 80 വർഷത്തിനൊരു കരാറിൽ ഒപ്പിട്ടിരിക്കുക. അപ്പോൾ ദർ പർപ്പസ് ഈസ് നോട്ട് ടു റിവീൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ അച്ചംപട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് ഈ മിലിറ്ററിയിലേക്ക് എത്തിയ സ്റ്റോറി എന്തായിരുന്നു? ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ഡെസ്റ്റിനി. ഒന്നും ഞാൻ തീരുമാനിച്ച് പുറപ്പെട്ടു പോയതല്ല. എവരിതിങ് പെർഫെക്റ്റ് ടൈമിംഗ് എന്നുള്ളത്. ബീയിങ് ഇൻ ദ റൈറ്റ് ടൈം വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ റൈറ്റ് യൂണിഫോം ഈസ് വാട്ട് മെയ്ഡ് മീ വാട്ട് ഐ ആം ടുഡേ. ഈ സമയത്ത് വി ഷുഡ് റെക്കഗ്നൈസ് ആൻഡ് അക്നോളജ് അവർ ഇന്ത്യൻ സോൾജേഴ്സ്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പട്ടാളക്കാരെയും നമ്മൾ ഓർത്ത് ബഹുമാനിക്കുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇതേ നടപടി തന്നെയാണ് അവരും സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടി രാജ്യം കാക്കുന്ന അനേകായിരം സോൾജേഴ്സിനും എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റാണ് പേഴ്സണലി എനിക്ക് ഇന്ന് എൻ്റെ മുമ്പിൽ വന്നേക്കുന്ന അതിഥിയെക്കുറിച്ചാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മെയിനായിട്ട് ഒരു അച്ഛൻ പട്ടം കൈക്കലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അച്ഛൻ പട്ടം നേടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു മലയാളി ചെന്നെത്തിയത് US മിലിറ്ററി ക്യാമ്പിലേക്ക്. നമ്മുടെ കയ്യിൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഏതെണ്ട കൈകളിൽ ആയുധമേന്തിയ അന്നം തരുന്ന രാജ്യത്തിന് വേണ്ടി ആയുധമേന്തിയ നമ്മുടെ സിറിയാക് ആലഞ്ചേരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. വളരെ സന്തോഷം. താങ്ക് യു. എന്തായാലും ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്ക് ആദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ അച്ചംപട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് ഈ മിലിറ്ററിയിലേക്ക് എത്തിയ സ്റ്റോറി എന്തായിരുന്നു? ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ഡെസ്റ്റിനി. ഒന്നും ഞാൻ തീരുമാനിച്ച് പുറപ്പെട്ടു പോയതല്ല. അച്ഛനാകാൻ പോയി, അത് നടന്നില്ല. അപ്പോൾ അടുത്ത പണി നോക്കി ബോംബെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ബോംബെയിൽ വരുന്നു. ദിസ് വാസ് ഇൻ ദ ലേറ്റ് 90s. അപ്പോൾ അവിടുന്ന് പിന്നെ സാധാരണ മലയാളികൾ പോകുന്ന ഗൾഫിൽ പോകുന്നു. അവിടുന്ന് ഒരു അറബിയൊക്കെ സേവിച്ച് കുറച്ച് ആടുജീവിതമൊക്കെ നയിച്ച് ചാടി അമേരിക്കയിൽ പോകുന്നു. അമേരിക്കയിൽ ചെന്നപ്പം അവിടെ 9/11 നടക്കുന്നു. 9/11 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്വിൻ ടവേഴ്സ് അടിച്ചിട്ട്. സോ ദേ നീഡഡ് പീപ്പിൾ. സോ ഐ ജോയിൻ ദി ആർമി. ആ ടൈമിൽ so it was everything perfect timing എന്നുള്ളത്. being in the right time with the right attitude in the right uniform is what made me what I am today. ഓക്കെ. അപ്പൊ അവിടെ ചെന്ന ടൈമിൽ ഈ PR ഒക്കെ കിട്ടിയിരുന്നു? അല്ല, so there is a lot of inner stories, you know. So ഞാനിവിടുന്ന് പോകാൻ കാരണം ഞാനൊരു വിവാഹം കഴിച്ച് ഒരു മദാമയെ കല്യാണം കഴിച്ച് പോയതാണ് കുവൈറ്റിൽ നിന്ന്. അപ്പോൾ ആ പുള്ളിക്കാരിയെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞാനൊരു ഹോട്ടലിലായിരുന്നു. ഇപ്പോൾ ഒരു അമേരിക്കൻ മിലിറ്ററി ജനറൽ came as a guest. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് നിന്റെ കഴിവ് ഉപയോഗിച്ച്, നിന്റെ ലാംഗ്വേജ് കഴിവൊക്കെ ഉപയോഗിച്ച് പട്ടാളത്തിൽ ചേർന്നുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടാളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലാരും പട്ടാളത്തിൽ ചേർന്നിട്ടില്ല. നമ്മൾ ഈ പെരുന്നാളിന് പൊട്ടാസ് പള്ളി തോക്ക് വെടിവെച്ചതല്ലാതെ ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ഗൺസ് ആൻഡ് നമ്മൾ അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ല. നമ്മുടെ സോൾജിയർ മെറ്റീരിയൽ. ഈവൻ ടുഡേ ഐ ഡോണ്ട് തിങ്ക് ഐ എം എ സോൾജിയർ മെറ്റീരിയൽ. ബട്ട് അമേരിക്ക ട്രെയിൻസ് എന്നുള്ളതാണ്. അമേരിക്ക ഡിപ്ലോയ്സ് വേൾഡ് വൈഡ്. ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും പോയി യുദ്ധം ചെയ്യാൻ സായുധ സന്നദ്ധരായ പട്ടാളക്കാരെ they break you down and build you up within 6 months of training. അപ്പം അങ്ങനെ ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സാധാരണ അതിരമ്പുഴക്കാരനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് മിലിറ്ററി ക്യാമ്പിലേക്ക് എത്തുന്നത്. ശരിക്കും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മിലിറ്ററിയിലെ പോട്ടെ US എത്തുന്ന പോലും ചിന്തിച്ചിട്ടില്ല ഒരു ടൈമില്. അതിന്റെ ഇടയിൽ ഒരു സ്റ്റോറി പറഞ്ഞ സിനിമയിലേക്ക് മുംബൈയിലെത്തിയ സിനിമയിൽ അഭിനയിച്ചായിരുന്നു. അഭിനയിച്ചു. നിർദ്ദേശ് ജാഗിയുടെ യുഗ് സീരിയലിൽ തല കാണിച്ചു. ജാക്കി ഷ്രഫിന്റെ ബാഗും തൂക്കി 1 മാസം നടന്നു. അന്ന് ശശിലാൽ നായർ എന്ന് പറഞ്ഞ ഗ്രഹൺ
എന്ന് പറഞ്ഞ പടം പിടിച്ച ഒരു മലയാളി, അന്ന് പ്രിയദർശൻ സാറൊക്കെ ബോംബെയിൽ എത്തുന്നതിന് മുമ്പ് ആദ്യം എത്തിയൊരു മലയാളി ഡയറക്ടേഴ്സ് ശശിലാൽ നായർ. അന്ന് ജാക്കി ഷറഫിൻ്റെ കൂടെ കുറേ നാൾ നടന്നു. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. അന്ന് എല്ലാം സംഭവിക്കണമല്ലോ, ആ മൊമെന്റിൽ അത് സംഭവിച്ചില്ല. പക്ഷെ ഐ യൂസ് ടു ഡ്രീം. ഞാൻ കിനാവ് കാണുമായിരുന്നു, സ്വപ്നം നമ്മളെന്നും കാണണം. അത് ഞാൻ എപ്പോഴും എൻ്റെ ശ്രോതാക്കളോട് എന്നോട് ചോദ്യം ചോദിക്കുന്നവർക്ക് പറയുന്നത്, യു ഹാവ് ടു ഡ്രീം ടു ഫ്ലൈ ഹൈ. ഉയർന്നു പറക്കാൻ വേണ്ടി, ഒരു കഴുകനെ പോലെ ഉയരത്തിലെത്താൻ വേണ്ടി നമുക്ക് സ്വപ്നം കാണണം. സ്വപ്നം കണ്ട് നടന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അങ്ങനെ അവസാനം നമ്മള് ഇതിലാണ് എത്തിയിരിക്കുന്നത്. മിലിറ്ററി ക്യാമ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരു ജനറൽ പറയുമ്പോൾ താങ്കൾ അവിടെ വരൂ, താങ്കളുടെ കഴിവുകൾ ഉപയോഗിക്കൂ, അവർ ട്രെയിൻ ചെയ്യിക്കും എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ കഥ ഒന്ന് പുറകോട്ട് പോകേണ്ടി വരും. ഞാൻ ജനിച്ച ഒരു ഗ്രാമം, ഒരു കർഷകന്റെ മകൻ. അമ്മ ചെറുപ്പത്തിലേ മരിക്കുന്നു. സോ ചെറുപ്പത്തിലെ തന്നെ ഒത്തിരി കഠിന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ ഐ വിൽ ഡു ഇറ്റ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലെങ്കിലും എല്ലാം അറിയാവുന്നുള്ളൊരു മുഖഭാവം, നമ്മൾ ആ ഒരു ഫേസ് കൊടുത്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത്. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. വളരെ പാടാണ് അമേരിക്കൻ ആർമിയിൽ സർവൈവ് ചെയ്യാന്നുള്ളത്. കാരണം അവിടെ നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി ആ രാജ്യത്തെ സ്വന്തമായിട്ട് ശിരസാ വഹിച്ച് മാതൃരാജ്യമായിട്ട് കണക്കിലെടുത്ത് ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് മാനസികമായിട്ട് നമ്മൾ ഒത്തിരി പൊരുത്തപ്പെടണം, ഒത്തിരി തയ്യാറെടുക്കണം. എന്നല്ലേ ഉള്ളൂ. നമുക്ക് താല്പര്യമില്ലാത്ത ഒരുത്തിന് വേണ്ടി നമ്മൾ തല്ലുകൂടും, നമ്മുടെ സുഹൃത്തിന് വേണ്ടി നമ്മൾ ജീവൻ പണയം വയ്ക്കും, അല്ലേ? ആ അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ അവരുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊള്ളാം, ഫോർ ഗോഡ് ആൻഡ് കൺട്രി. അപ്പം ലക്കിന് ഞാൻ ഈ സെമിനാരി പോയാറിന് ഇച്ചിരി ബൈബിളും മതപരമായ ചിന്തകളും, ശാന്തി സമാധാനത്തിന് വേണ്ടിയുള്ളൊരു ദൂതൻ. അപ്പോൾ ആത്മാക്കളെ രക്ഷിക്കാൻ പോയവൻ തോക്കുമേന്തി നിറയൊഴിക്കുന്ന ഒരു റോളിലേക്ക് നമ്മൾ റോൾ പ്ലേ ആണല്ലോ ഇത്. ആക്ച്വലി നമ്മളെല്ലാം ജീവിതത്തിൽ നമ്മൾ റോൾ പ്ലേ ആണ്. ഐ ആം ആസ് എ ഫാദർ വി ഡു എ റോൾ പ്ലേ. അല്ല, ഒരു പിതാവെന്നുള്ളതൊക്കെ നമ്മൾ റോൾ പ്ലേ ചെയ്യുന്നു, അധ്യാപകൻ്റെ റോൾ പ്ലേ ചെയ്യുന്നു. അപ്പോൾ സോൾജിയറിൻ്റെ റോൾ പ്ലേ ചെയ്യാൻ വേണ്ടി എനിക്ക് 6 മാസം എന്നെ തന്നെ തച്ചുടച്ച് വാർത്ത് ഒന്ന് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ട്രെയിൻ ചെയ്ത് നമ്മളെ വലിയ ടവറിൽ നിന്ന് എടുത്ത് എഴുതുന്നു. ഞാൻ പാരച്യൂട്ടിൽ നിന്ന് ചാടുമായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒത്തിരി പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കാർക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവർക്കും ഡൗട്ടായിരുന്നു ശരിക്കും എന്തിനാണ് വന്നത്. കാരണം ഓൾറെഡി ഒരു 16 പേര് പ്ലെയിൻ ഇടിച്ച് അമേരിക്കയിലെല്ലാം കൊണ്ട് അമേരിക്കയുടെ പ്ലെയിൻ ഉപയോഗിച്ച് അമേരിക്കയുടെ കെട്ടിടങ്ങൾ ഇടിച്ചിട്ടൊരു അവസ്ഥയിലാണ് ഞാൻ ആർമി ചേരുന്നത്. അപ്പോൾ എല്ലാവരും വെളുത്തതും കറുത്തവന്മാരും, ഞാൻ മാത്രം ഒരു ബ്രൗൺ ഗായ്. അവരെപ്പോഴും രാത്രി കിടന്ന് ഇവൻ്റെ ഉദ്ദേശം എന്നാന്ന് പലർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശശുദ്ധിയുടെ മാത്രമാണ് അതിനകത്ത് ചേർന്നത്. എനിക്ക് വേറെ ഇപ്പൊ നമുക്ക് വേറെ ഒന്നും അറിയില്ല. അതെന്നും നിലനിന്നിരുന്നു. ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിന് റിക്രൂട്ടർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമേരിക്ക ഇന്ത്യയുടെ യുദ്ധത്തിന് പോയി നീ ആരുടെ കൂടെ നിൽക്കുന്നു? ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് അമേരിക്കയുടെ യൂണിഫോം അറിഞ്ഞ് അമേരിക്കയുടെ പതാക നമ്മുടെ റൈറ്റ് ഷോൾഡറിലുണ്ട്. അപ്പോൾ ആ പതാക ഏന്തി യൂണിഫോം ഇടുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക വേണ്ടി യുദ്ധം ചെയ്യണം. നമ്മുടെ എതിരിൽ നമ്മുടെ പേരൻസ് നിന്നാലും നമ്മൾ യുദ്ധം ചെയ്യണം. അതാണല്ലോ നമ്മൾ ഓത്തെടുക്കുന്നത്, നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. അപ്പോൾ ആ ഉത്തരം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തലയൂരി. എങ്കിലും മേര ദിൽ ഹൈ ഹിന്ദുസ്ഥാനി എന്ന് ഞാൻ എല്ലായിടത്തും പറയും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത്രയും അമേരിക്കയിൽ സുഖജീവിതമൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ കൊതുകടിയും കൊണ്ട് ഓരോ സെറ്റിലൊക്കെ ഇറങ്ങി ഐ എൻജോയ് ഇറ്റ്. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇന്ത്യ ജീവിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട്, അമേരിക്ക ജീവിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സുഖലോലുപതയുണ്ട്. പക്ഷെ ഇന്ത്യയാണ് നമ്മുടെ എസെൻസ്. ഒരു നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടി പോവാണ്. US മിലിറ്ററിയിലേക്ക് ഇന്നാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയല്ല. അത് അത്യാവശ്യം പല ഘട്ടങ്ങളിലായിട്ട് പല പീഡനങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തുക എന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ആണെന്ന് ആർക്കും അറിയില്ല, ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരാളുടെ മുമ്പിൽ അതൊരു മലയാളി കൂടി ആവുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടി ചോദിക്കുകയാണ്, US ആർമിയിലേക്കുള്ള ഒന്ന് ഇന്നാവാനുള്ള ട്രെയിനിങ് പീരീഡ് എങ്ങനെയായിരുന്നു? ഇനി അമേരിക്ക ഇന്നത്തെ സ്ഥിതിയിൽ കയറണമെങ്കിൽ ബഹുമാനപ്പെട്ട ട്രംപ് ഇറങ്ങണം. കാരണം പുള്ളി വെളിയിൽ നിന്ന് ഇപ്പോൾ ആരും എടുക്കുന്നില്ല. അമേരിക്കൻ ആർമിയിൽ കയറണമെങ്കിൽ നമ്മൾ ബേസിക്കലി മിനിമം ഒരു ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരിക്കണം. അപ്പോൾ ഗ്രീൻ കാർഡ് ഹോൾഡർ ആണെങ്കിൽ അവിടുത്തെ ഒരാൾ അവിടുത്തെ ഒരു പൗരത്വത്തെ നമ്മൾ കെട്ടണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്രീൻ കാർഡ് കിട്ടാനുള്ളൊരു യോഗ്യത റൗണ്ടിൽ കയറുന്നത്. പിന്നെ നമ്മൾ റിക്രൂട്ടിംഗ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് പരീക്ഷ എഴുതണം. ഈ പരീക്ഷയിൽ നമ്മുടെ ട്രിഗ്നോമെട്രി, കണക്കിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ, ആൾജിബ്രയും ട്രിഗ്നോമെട്രിയും അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 12th ഗ്രേഡിൻ്റെ ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും കോംപ്രിഹെൻസീവ് ടെസ്റ്റുകളുണ്ട്. അപ്പം ഇതെല്ലാം ടൈംഡ് ആണ്. അപ്പം അന്ന് സത്യത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഈ സെയിം ടെസ്റ്റ്
ഓഫീസർ ആകാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് എൻ്റെ ഉള്ള മാർക്ക് കൂടെ കുറഞ്ഞു പോയെന്നുള്ളതാണ് സത്യം. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വാക്ക് ഇൻ ചെയ്ത് വെറുതെ നമ്മൾ ഒരു ടെസ്റ്റ് എഴുതിയപ്പോൾ എനിക്ക് 104 മാർക്ക് കിട്ടി. 105 കിട്ടണം ഓഫീസർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പൗരത്വം കിട്ടിയപ്പോൾ ഞാൻ പോയി ഓഫീസർ ആകാനൊരു ശ്രമം നടത്തി. ഈ 104 എന്നുള്ളത് 97 മാറി. അതും 6 മാസത്തെയോ ഏതാണ്ട് 1 വർഷത്തോളം ഞാൻ പ്രിപ്പറേഷൻ ചെയ്തിട്ടും. അപ്പം സമയങ്ങൾ എനിക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടുണ്ട്. ചില മൊമെന്റ്സ് എനിക്ക് വേണ്ടി അവസരങ്ങൾ തുറന്നു തന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതൊക്കെ അത്ഭുതങ്ങൾ മാത്രം. ഓക്കെ. ഈ ക്യാമ്പിലുണ്ടായിരുന്ന ട്രെയിനിങ് പീരീഡിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു നേരിട്ട്? അപ്പൊ എന്നും രാവിലെ 5 മൈൽ ഓടണം. അത് ബൂട്ടിട്ട് ഓടണം. ബൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൂട്ടൊന്നും ഫ്ലെക്സിബിൾ അല്ല. ബൂട്ടിട്ട് ഓടേണ്ടി വരും. പിന്നെ മഴയത്തും വെയിലത്തും ഷൈൻ ഓർ റെയിൻ യു റൺ എന്നുള്ളതാണ്. എന്ത് വന്നാലും ഓടുക. പിന്നെ നമ്മളോട് ഷൂട്ട് മൂവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ എപ്പോഴും നമ്മളോട് കൊല്ല്, അതുപോലെ ഈ ബയണറ്റ് റേസ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഈ തോക്കിൻ്റെ അറ്റത്ത് കത്തി വെച്ചിട്ട് ഓടിച്ചെന്ന് കുത്തും. അപ്പോൾ എന്നോട് ഞാൻ ഈ പമ്മി നിൽക്കുമ്പോൾ അവർ പറയുന്നത് ഒരു ഗാന്ധി ആകാതെ കമോൺ ബി ആൻ അമേരിക്കൻ സോൾജർ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. ബയോണറ്റ്, അതായത് ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ബിൻ ലാഡൻ പോലെയുള്ള ആൾക്കാരുടെ പ്രതിമ വെച്ച് നമ്മൾ ഓടിച്ചെന്ന് കുത്തി മലത്തി ഇടിച്ച് തൊഴിച്ച് അങ്ങനെ നമ്മൾ കയറുകയാണ്. ഇതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗം. പക്ഷേ എനിക്കതൊക്കെ കാണുമ്പോൾ പേടിയായിരുന്നു. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. കാരണം നമ്മൾ ഓർത്ത് നോക്കണം, നമ്മൾ 10-11 വർഷം അച്ഛനാകാൻ വേണ്ടി മനസ്സൊരുക്കി ശരീരാത്മാവ് അതിന് വേണ്ടി ഒരുക്കി വലിയ ദീപലി അർപ്പിക്കാനൊക്കെ ഇരുന്ന ആൾ പെട്ടെന്ന് റോള് മാറുക. മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്ന പോലെ നമ്മൾ പെട്ടെന്ന് റോള് മാറിയ സോൾജിയറായി. അത് അഭിനയിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ജീവിതത്തിൽ അത് നമ്മൾ എത്ര നാൾ അഭിനയിക്കും, എത്ര ദിവസം അഭിനയിക്കും? ഇറ്റ് വാസ് റഫ്. പക്ഷെ അത് എങ്ങനെയൊക്കെയോ ഞാനത് സാധിച്ചെടുന്നുള്ള. പിന്നെ മിക്കവാറും ഈ ജമ്പുകൾ, ആകാശത്ത് നിന്ന് ചാടണം. ആ ചാട്ടങ്ങളൊക്കെ പരിക്കില്ലാതെ നമ്മൾ പൂർത്തീകരിച്ചാലേ നമുക്ക് ജമ്പിങ്സ് കിട്ടത്തുള്ളൂ. പിന്നെ ഈ പാരച്യൂട്ട് ഇട്ട് ചാടുകയാണെങ്കിലും അപകടം പറ്റാൻ സാധ്യതകൾ കൂടുതലാണ്. നമ്മളിപ്പോ ഇപ്പൊ ഈ കാർപ്പറ്റ് കണ്ടോ? ഈ കാർപ്പറ്റിൽ വീഴാനാണ് പൈലറ്റ് ജമ്പേഴ്സിനെ ആഗ്രഹിക്കുന്നത്. കാറ്റുകൊണ്ട് അയാളുടെ മിസ്മാനേജ്മെന്റ് നമ്മളത് പിന്നെ മനൂവർ ചെയ്യണം പാരച്യൂട്ടെ. അപ്പൊ അവിടെ ഇവിടേക്ക് വീഴാം, കുളത്തിൽ പോയി വീഴാം, മരത്തിലിടിച്ച് വീഴാം, കാലും നട്ടലൊക്കെ ഓടിയാം. അങ്ങനെ ഒടിഞ്ഞ് എൻ്റെ മുമ്പിൽ ഒത്തിരി അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവകൃപയാലും നമ്മുടെ ഗുരുക്കന്മാരുടെ ആ ഗുരുത്വം കൊണ്ടൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇന്നേ വരെ എൻ്റെ 2 മുട്ടിൻ സർജറിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ നമുക്ക് സർജറി ചെയ്യാനും രക്ഷപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോഴും സോ ഫാർ സോ ഗുഡ് ഓക്കെ എന്ന് ഞാൻ പറയുമായിരുന്നു. ഒത്തിരി പിന്നെ ഈ റൈഫിൾ റേഞ്ചിലൊക്കെ പലതരം വെടിക്കോപ്പുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ എല്ലാ വെപ്പൺസ് ഉപയോഗിച്ച് പാസ്സായാലേ ഉള്ളൂ നമുക്ക് പാസ്. അത് ഇവിടുത്തെ ആർമിയിലും എല്ലാ ലോകത്തിലും എല്ലാ ആർമിയിലും അങ്ങനെയൊക്കെ ആയിരിക്കും. എങ്കിലും അവിടുത്തെ ട്രെയിനിങ് വിൽ ബി മച്ച് മോർ ടഫർ. അവർ ദേ നോ മേഴ്സി. ഒരു ദയയില്ല. അവര് ദേ വോണ്ട് ടു മേക്ക് യു എ സോൾജിയർ ഫോർ ദ വേൾഡ്. ലോകത്തിലേക്ക് ഇറക്കി വിടുക നമ്മളെ. കാരണം ആ രാജ്യത്തിന് വേണ്ടിയല്ല നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഇറാഖിലാണ്, നാളെ അഫ്ഗാനിസ്ഥാൻ, കൊറിയയിലാണ് ജപ്പാൻ, അല്ലെങ്കിൽ ഇപ്പം ഇറാനിലാണെങ്കിൽ ഇപ്പൊ ഖത്തറിൽ എല്ലായിടത്തും ബേസുകളുണ്ടല്ലോ. നമ്മൾ 24 മണിക്കൂർ റെഡി ആയിട്ടിരിക്കുക. വിളി വന്നാൽ പോവുക. അവർ പറയും, പക്ഷെ അവർ മുൻകൂറൊന്നും പറയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊന്നും വിളിച്ച് ആ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ ഇന്റർവ്യൂലാണെങ്കിൽ എനിക്ക് കുറെ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തില്ല. കാരണം എന്നെ ഒരു 80 വർഷത്തിന് ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുക. എനിക്ക് 30 വയസ്സുള്ളപ്പോൾ ഞാൻ 80 വർഷത്തിന് ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം 110 വരെ ഞാൻ ജീവിക്കാമെന്നറിയാം. അപ്പോൾ ദെയർ പർപ്പസ് ഈസ് നോട്ട് ടു റിവീൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. ചിലതൊന്നും എനിക്ക് ഒരു ഓർമ്മയില്ല പഠിച്ച കാര്യങ്ങൾ. ഇപ്പോൾ നടക്കുന്ന ഇറാൻ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. ഈ ഇറാന് വേണ്ടിയൊക്കെ നമ്മൾ ടാർഗറ്റ് പാക്കേജസ് പ്രിപ്പയർ ചെയ്ത സമയങ്ങളുണ്ട്. അന്ന് സോൾജർ ആയിരിക്കും. പക്ഷെ അത് എന്നതാ പഠിച്ചത്, എന്നതാ ഞാൻ എഴുതി കുറിച്ചതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. കാരണം ഇത് ടു സോ കോംപ്ലിക്കേറ്റഡ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാനൊരു സോൾജിയർ മെറ്റീരിയൽ അല്ല. പക്ഷേ ഞാൻ അതിൻ്റെ നേതൃത്വ സ്ഥാനങ്ങളിലൊക്കെ എത്താൻ കാര്യം നമുക്ക് കിട്ടിയ സ്കൂൾ ലീഡർഷിപ്പ്. ഞാനിവിടെ NCCയിലുണ്ടായിരുന്നു കൊച്ചിയിൽ. അതുപോലെ ഞാൻ സെമിനാറിലൊരു ലീഡറായിരുന്നു. അപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൊച്ചിലെ ബിൽഡപ്പ് ചെയ്യാൻ ഇത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ യൂത്ത് ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഒരു ഓഫീസിലാണ് നമുക്ക് ലീഡറാകാൻ പറ്റും, നയിക്കാൻ പറ്റും. അപ്പം അതെനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഒരു ഇന്നാവുന്ന കാര്യങ്ങളെ പറഞ്ഞു. അതിലാണ് നമ്മളിപ്പോൾ ഇവിടെ വരെ എത്തിയത്. അപ്പം ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി പോവാണ്. ഇത്രയും കടമ്പകൾ കടന്നിട്ടാണ് ഇപ്പം ഈ വെപ്പൺസ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പം ഈ മഴയത്തെ എല്ലാ വെതറും നമ്മൾ ഫേസ് ചെയ്യണം. അതുപോലെ ഈ പറയുന്ന പോലെ അറ്റാക്കുകൾ, ഇത് ഈ ഗൺ വെച്ചിട്ടല്ലാതെ ഈ കൈ കൊണ്ടുള്ള നമ്മൾ ഇതില്ലേ ഇപ്പം കരാട്ടെ, കുങ്ഫു പോലത്തെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുമായിരുന്നു. ഇസ്രായേലി ആർമിയുടെ ക്രാവ് മാഗ്ര എന്ന് പറഞ്ഞൊരു ആം ടു ആം കോമ്പാറ്റ് ആണ് ഞങ്ങൾ ട്രെയിൻ ചെയ്തത്. അതിനുവേണ്ടി യഹൂദന്മാരായ സോൾജേഴ്സാണ് ഞങ്ങൾ വന്ന് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പൊജിൽ ഫൈറ്റ്, ഒത്തിരി ആം ടു ആം കോമ്പാറ്റ്. എന്നും രാവിലെ ഞങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾ കോഴ്സുകളും ഈ PT-യോടനുബന്ധിച്ചുള്ള എക്സർസൈസുകളുണ്ട്. ട്രെയിനിങ് സമയത്ത് ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യും. ഏതൊരാളേനിപ്പം
2 പേരെ കനമുള്ള, അതായത് ഒരു 120 പൗണ്ട് അല്ലെങ്കിൽ 240 പൗണ്ടുള്ള ആളെ എടുത്ത് പൊക്കി തോളെ കൊണ്ടുപോകാനുള്ള നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. അത് ആ ബാലൻസിങ് ആക്റ്റും അതൊക്കെ എവറിത്തിങ് വിൽ ബി ട്രെയിൻഡ്. അപ്പോൾ ഇതൊക്കെ ഈ കാലയളവിൽ നമ്മൾ പഠിപ്പിക്കും. ഓരോ ദിവസവും ഒരു സിലബസ് വെച്ച് അത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ റിപ്പല്ലിങ്, ഒരു ടവറിൽ നിന്ന് എങ്ങനെ റിപ്പൽ ചെയ്യാം, വലിയ മതിലുകൾ എങ്ങനെ ചാടാം, ചാടിപ്പിക്കും. ഒരു ദാക്ഷിണ്യമില്ല, അതിപ്പോ ഒരു ദാക്ഷിണ്യമില്ല. നമുക്ക് ഇപ്പൊ പറ്റാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ചെയ്ത്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ 14 കിലോമീറ്റർ ഒരു റോഡ് മാർച്ച് പോവുക, നമ്മുടെ പുറത്ത് 50 പൗണ്ടിന്റെ റക്സാക്ക് ഒക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ചിലർ തലയിറങ്ങി വീഴും. അവർ തലയിറങ്ങിയിട്ട് മനുഷ്യൻ എഴുന്നേക്കുമല്ലോ, വീണ് നടക്കാൻ പറയും. ഒരു രക്ഷയില്ലെങ്കിൽ അവർ പുറകിലൊരു ട്രക്ക് കാണും, അമ്മ കയറ്റിയിട്ടുണ്ട് തിരിച്ചുകൊണ്ട് പറയും, പക്ഷേ നിന്റെ തീരാൻ പോകാൻ ട്രെയിനിങ് വീട്ടിൽ പോയിക്കോ, കാരണം നിന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുറേ മോട്ടിവേഷൻ, കുറേ ഒച്ചയും ബോളും, മൂക്കിൻ്റെ തുമ്പറ്റത്ത് വന്ന് കുറേ ഒച്ചയും ബോളൊക്കെ ചെയ്യും. അതായത് യുവർ ഫ്രീഡം എൻഡ്സ് വെയർ മൈ നോസ് ബിഗിൻസ്, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് എല്ലി നിനക്ക് പോകണോടാ, നീ ഇതിനോട് സൈൻ ചെയ്ത് നിന്റെ അപ്പനെ നീ ഓർക്കുന്നില്ല, വേൾഡ് വാറിന് പോയില്ല, നിന്റെ ഗ്രാൻഡ് പവടയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച വയ്ക്കും. അപ്പം നമ്മുടെ അപ്പൻ എങ്ങും പോയിട്ടുമില്ല. ഇത് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ആൾക്കാരോടാണ്. അമേരിക്കയിലുള്ള ഇന്നത്തെ ആൾക്കാരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ വേൾഡ് വാറിലൊക്കെ യുദ്ധം ചെയ്ത അപ്പാപ്പന്മാരുടെ മക്കളായിരിക്കും. അപ്പോൾ അവർക്കൊരു ട്രഡീഷൻ ഉണ്ട്, അവർക്കൊരു കൾച്ചർ ഉണ്ട്, അവർക്കൊരു ഹിസ്റ്ററി ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത എനിക്ക്, ഞാൻ ഇടയ്ക്ക് എന്നോട് തന്നെ ചോദിക്കും, ഞാൻ എന്തിനാ ഇറാഖിൽ വന്ന് ഈ മണലാരണ്യത്തിൽ വന്ന് കിടന്നൊക്കെ ഞാൻ ഓർക്കും. കാരണം ഒരു എത്തും പിടിയില്ലാത്ത ദേശത്ത് കണ്ണെത്താത്ത ഒരുത്തും മണലുകളായിരുന്നു. നമ്മൾ പൃഥ്വിരാജിന്റെ സിനിമയൊക്കെ പോലെയായിരുന്നു എൻ്റെ ജീവിതം. ശരിക്കും ഒരു 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 റഫ് ടൈം ആയിരുന്നു ഇറാഖിലെ ജീവിതം. കാരണം അവിടുന്ന് അന്ന് RPG ഒക്കെ വരും. ഇതുപോലെ ഇന്നിപ്പം നമ്മൾ കേട്ടു ഇന്നലെ ഖത്തർ ബേസിന് അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പം ഏത് സമയത്തും അലാറമോ ഏത് സമയത്തും ഹെലികോപ്റ്ററിൻ്റെ ഒച്ചയും, അത് നമ്മളെ ഒരു ഡെഫനിങ്, നമുക്ക് ശരിക്കും നമ്മൾ ഭ്രാന്തായി പോകും. കാരണം നമുക്ക് പേടിയാണ്, ഏത് സമയവും നമുക്ക് മരിക്കാനുള്ള ചാൻസാണ്. അമേരിക്കയിൽ ചെന്നിട്ട് ട്രെയിന് തലവയ്ക്കുന്ന പോലെയാണ് പട്ടാളത്തിൽ ചേരുന്നത്. കാരണം ഗ്യാരണ്ടീഡ് നമ്മൾ മരിക്കും. അതുപോലെ റിസ്കി സ്ഥലത്തേക്ക് അയക്കുക നമ്മുടെ ഡിപ്ലോയ്മെന്റ്. വാറുണ്ടായിരുന്നു ഏറ്റവും, കാരണം അന്ന് യുദ്ധം നടക്കില്ല. ഇറാഖിൽ യുദ്ധം നടക്കുന്നു, അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടക്കുന്നു, പിന്നെ ഒത്തിരി ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആണ് ഇവരുടെ ലക്ഷ്യം. പിന്നെ ലോകത്തെല്ലായിടത്തും നമ്മുടെ ഒരു സാന്നിധ്യം അറിയിക്കുക. ഇപ്പോൾ എവിടെ വേണേലും ആൾക്കാർ, ഇപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ പസഫിക് സമുദ്രങ്ങളിലൊക്കെ ഇവരുടെ കപ്പലുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവിടെ എല്ലാം അത് നേവി, എയർഫോഴ്സ്, ആർമി എല്ലാം റെഡിയാണ് വേൾഡ് വൈഡ്. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു ആർമിയേ ഉള്ളൂ, വിച്ച് ഈസ് അമേരിക്കൻ ആർമി. ആൻഡ് ഐ എം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് യൂണിഫോം അല്ല, ഒരു ജാക്കറ്റിൽ US ആർമീസ് ജാക്കറ്റ്. ട്രെയിനിങ് പീരീഡിൽ പൊട്ടിക്കരഞ്ഞു പോയ സമയമുണ്ടോ? കയ്യിൽ നിന്ന് പോയത് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നിയ ഒരു സമയമുണ്ടോ? അത്രയും വലിയൊരു പീഡനം. നമ്മളെ ഈ ഗ്രൂപ്പായിട്ട് ഒരു ഹരാസൊക്കെ ചെയ്യും. അതായത് ഇപ്പം ഒരുത്തം തെറ്റ് ചെയ്താലും എല്ലാവരും പണിഷ് ചെയ്യപ്പെടും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബൂട്ടൊക്കെ പോളിഷ് ചെയ്ത് ബെഡൊക്കെ മേക്ക് ചെയ്ത്, അതിപ്പം ഈ നമ്മുടെ ഒരു രാത്തൊട്ട് ബെഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ബൗൺസ് ചെയ്യണം. അതുപോലെ ടൈറ്റായിട്ട് ബെസ്റ്റ് ടക്കിൻ ചെയ്ത് ബെഡൊക്കെ മേക്ക് ചെയ്യണം. എല്ലാത്തിനും നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. എല്ലാവരുടെയും ഷൂസ് ഇപ്പം ഞാൻ വെച്ച പോലെ ആയിരിക്കണം എല്ലാവരും വെച്ചിരിക്കുന്നത്. എല്ലാവരും ഒരുത്തം ചരിച്ചു വെച്ചാൽ അങ്ങനെ വയ്ക്കണം. അപ്പം അങ്ങനെ ഒരു തവണ ഞാൻ വെച്ചത് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ നേരെ വഴക്കിടുകയും അവരെല്ലാം കസ്വേർഡ്സും പ്രൊഫാനിറ്റി, അവർ ഒത്തിരി തെറിയാണ് വിളിക്കുന്നത്. അത് പട്ടാളക്കാരുടെ ഒരു ഫസ്റ്റ് വേർഡ് എപ്പോഴും തെറിയായിരിക്കും. അപ്പം നമുക്കിങ്ങനെ അമ്മയൊന്നും നമ്മൾ വിളിച്ചിട്ട് ഹിന്ദിയിലും അമ്മയെ തെറി വിളിക്കുമല്ലോ ഹിന്ദിയിൽ, അറിയാം ഹിന്ദിയിൽ അങ്ങനെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇംഗ്ലീഷിലും തെറി വരുമ്പം MF എന്നുള്ളൊരു എൻ്റെ. അപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം എനിക്ക് ഒത്തിരി അമ്മ വരിച്ച കാരണം നമുക്കത് ഭയങ്കര ഫീലിംഗ് ആണ്. ഞാൻ കരഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരത് ഒന്നും മനസ്സിലോർത്തുണ്ടല്ല, അവരുടെ സെൻറ്റൻസിൽ ഒരു തെറി എന്നുള്ളത് എനിക്ക് പ്രാക്ടീസായി. പിന്നെ എന്നെ ടവറിലൊക്കെ അവർ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. പാരച്യൂട്ട് റിഗറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് അത് ഹരാസിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മളെ ടഫൻ ചെയ്യുന്നതാണ്, നമ്മളെ ദൃഢരാക്കുക, നമ്മൾ സ്ട്രോങ് ആക്കുന്ന എന്നാണ് അവരുടെ വാദം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 19 വയസ്സായിരുന്നു. എൻ്റെ കൂടെ ട്രെയിൻ ചെയ്തവർക്കൊക്കെ 18ഉം 19ഉം വയസ്സുള്ള പിള്ളേരാണ്. അവരെക്കാളും ഏജ് വൈസ് ഐ വാസ് മച്ച് മോർ മെച്യൂർ അവരെക്കാളും. എങ്കിലും പിടിച്ചിരിക്കാൻ പാടായിരുന്നു. നമ്മൾ കരഞ്ഞു പോയ നിമിഷങ്ങളുണ്ട്. ടവറിൽ എങ്ങനെ കെട്ടി? അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പാരച്യൂട്ട് ചാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കരിയിലേക്ക് കുടഞ്ഞ് നമ്മളിങ്ങനെ തൂക്കിയിടും. അപ്പോൾ നമ്മളത് പാരച്യൂട്ട് ഷേക്കിംഗ് എന്ന് പറയും. അങ്ങനെ ഷേക്ക് ചെയ്ത് ഒരു വിജനമായ ഒരു ടവറിൽ നമ്മളത് കുലുക്കിയിട്ട് കരിയിലേക്ക് കുടഞ്ഞിട്ടാണ് വീണ്ടും നമ്മളൊരു ടേബിൾ ചെയ്ത് നിരത്തിയിട്ട്. ഇത് പാരച്യൂട്ട് മടക്കാൻ ഇന്നേ വരെ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോഴും ലോകത്ത് എവിടെയെല്ലാം പാരച്യൂട്ട് ചാടുന്നുണ്ട് അത് കൈകൊണ്ട് പ്രത്യേക രീതി മടക്കി ചുരുട്ടി ഒരു പൊതിക്കകത്താക്കി. മിഷൻ ഇമ്പോസിബിൾ കണ്ടായിരുന്നോ? 16 തവണ ടോം ക്രൂസ് ചാടിയിട്ട് ഒരു ഷോട്ട് കിട്ടിയത്. ആ ചാടിയതൊക്കെ ആ ഒരു പാരച്യൂട്ട് മടക്കിയിട്ട് അതൊരു വിദഗ്ധമായ ഒരു കൈ കൊണ്ട് മടക്കുന്ന സാധനം. നമ്മൾ വള്ളം ഉണ്ടാക്കിയില്ലേ, കളിയോടം വള്ളം എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതി മടക്കി അത് ചുരുട്ടി നല്ലപോലെ സ്റ്റിഫായിട്ടൊരു 2 പാരച്യൂട്ട് ഉണ്ട്, ഒന്ന് ബാക്കിലും റിസർവ് പാരച്യൂട്ട്.
അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് പാരച്യൂട്ട് നമ്മൾ എഴുതി ഒപ്പിടണം. ശ്രീ കാലഞ്ചേരി ആണ് ഈ പാരച്യൂട്ട് മടക്കിയത്. ഇത് ചാടിയിട്ട് ആരെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകും. കാരണം ഞാനത് ഇറസ്പോൺസിബിൾ ആയിട്ട് അത് ചുരുട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മടക്കേണ്ടത് ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ ഞാനത് കാറ്റ് കയറിയല്ലോ വീഴുമ്പോൾ. ഈ ഇങ്ങനെ വീണ് കഴിയുമ്പോൾ കാറ്റ് കയറിയത് ഇങ്ങനെ വന്ന് വീഴണം, മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ തിരിച്ചു വല്ലതും മടക്കി വെച്ച് കഴിഞ്ഞാൽ മാനസികാവസ്ഥ ശരിയല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിടും. രാവിലെ പണിക്ക് വരുമ്പോൾ നോക്കുമ്പോൾ മൂടിയാണല്ലോ, നിന്നെ പറ്റി ജനാർദ്ദന ഒരു സുഖമില്ലോ എന്ന് ചോദിച്ചാൽ മിസ്റ്റർ ജനാർദ്ദൻ, ലാസ്റ്റ് നെയിം ജനാർദ്ദൻ അങ്ങനെ വിളിക്കുള്ളൂ. മിസ്റ്റർ ജനാർദ്ദൻ, യു ഡോണ്ട് ഫീൽ ഗുഡ്, ഗോ ഹോം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് ചിയർ അപ്പ് ആൻഡ് വർക്ക് ഹാർഡ്. 25 പാരച്യൂട്ട് പൊതിയണം ഒരു ദിവസം. എനിക്ക് എപ്പോഴും ഉള്ള ഡൗട്ടാണ്, വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിട്ട് ചാടും ഇത് നിവർന്നില്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ്? അപ്പൊ നമ്മൾ ആദ്യത്തെ 1000, 2000, 3000 എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണും. 4000 എണ്ണുമ്പോൾ നമ്മൾ വീണ്ടും കല്ല് പോലെ വീഴോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന റിസർവ് പാരച്യൂട്ട് ഒരൊറ്റ വലി അപ്പൊ പൊങ്ങിയിരിക്കും. ഈ 4 എണ്ണുമ്പോൾ ഈ സംഭവം തുറന്നിരിക്കണം. 8 out of 10 it will open. Let's say by bad luck it didn't open, you have ഒരു റിസർവ് പാരച്യൂട്ട്, അത് ഒറ്റ വലി അവൻ തുറക്കും. അപ്പൊ അതിന്റെ കുട ചെറുതായിരിക്കും, നമ്മൾ ജീവനോടെ താഴെ വീഴും, നടുവൊക്കെ പോകും, സോഫ്റ്റ് ലാൻഡിംഗ് ആയിരിക്കില്ല, ഹാർഡ് ലാൻഡിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ ഇത് ഇറങ്ങി പാരച്യൂട്ടിൽ ചാടിക്കഴിഞ്ഞ് നമ്മൾ തുപ്പി നോക്കും കാറ്റ് എങ്ങോട്ടാണ്. ഇപ്പൊ കാറ്റ് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ കുട ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ ഈ കുട കണ്ടോ, അപ്പൊ നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ കാറ്റിനെതിരെ കുട ഇങ്ങനെ പിടിക്കണം. അപ്പൊ കാറ്റ് കൊണ്ട് തടഞ്ഞ് നമ്മൾ ഇവിടെ വീഴും, അല്ലെങ്കിൽ ഇവിടെ വീഴുന്നതിന് വരെ കുളത്തിൽ പോയി മാറിപ്പോകും. അതിൽ കുറെ പരിപാടികളൊക്കെ അതെല്ലാം ആ മൊമെന്റിൽ 3 മിനിറ്റിലാണ് നമുക്ക്. 3 മിനിറ്റിൽ ഇതെല്ലാം നമ്മൾ സംഭവം ലാൻഡ് ചെയ്യാനും പ്രത്യേക ബോഡിയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ്. ബോഡിയിൽ എവിടെയെല്ലാം മാംസമുണ്ടോ ആ ഭാഗങ്ങൾ ഹിറ്റ് ചെയ്താണ് നമ്മൾ ഗോൾ കീപ്പർ വീഴുന്ന പോലെ വീഴുന്നത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഗോൾ കീപ്പർ ആയിരുന്നു, അതെനിക്ക് ഗുണം ചെയ്തു. അപ്പൊ എന്തെല്ലാം ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നു അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കാൻ മാറി നമ്മളത് സമന്വയിപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഒരു 3 മിനിറ്റിൽ presence of mind, do the right thing and also be very vigilant. നമ്മൾ അതൊരു പട്ടാളക്കാരനാണല്ലോ, എപ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കും. ഇതിപ്പോ എല്ലാവർക്കും ഉണ്ടാവും സെപ്പറേറ്റ് ഒരെണ്ണം, ഒരു പാരച്യൂട്ട് അഡീഷണൽ നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ നിങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഈ TV കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇവിടുന്ന് ഹവായി പോയി ജമ്പ് ചെയ്ത് അല്ലെങ്കിൽ തായ്ലൻഡിൽ പോയി ജമ്പ് ചെയ്ത്, അതൊക്കെ ഈ ഫൺ ജംപ്സാ. ഞങ്ങളുടെയൊക്കെ പാരച്യൂട്ട് 16 തുളയുണ്ടായിരുന്നു. The purpose is to bring you down. അവിടെ ആകാശമൂർത്തി പറന്നു കിടക്കുക എന്നുള്ളത് ഇറാനികൾ വെടിവെച്ചിടും. എത്രയും പെട്ടെന്ന് താഴെ വന്ന് കളം പിടിക്കുക എന്നുള്ള, കളം പിടിച്ച് പറയാം ചേട്ടാ ഞങ്ങളിവിടെ കളം പിടിച്ചിട്ടുണ്ട്, ബാ നമുക്ക് ആൾക്കാരൊക്കെ അറിയിക്കോ. ഈ ഹോള് മനപ്പൂർവ്വം ഇടുന്നതാണ്, എസ്പെഷ്യലി T10. ഞാൻ ചിലപ്പോ കാണുമ്പോൾ വിചാരിച്ചിട്ടോ ഇത്രയും പഴയതായില്ലേ, നല്ലവരുടെ ഉപയോഗിച്ചിട്ട് മുകളിൽ നിന്ന് ചാടുന്നല്ലേ. ഡെലിവറിയിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഇടുന്ന, കാരണം എയർ ഉണ്ടെങ്കിലേ ഉള്ളൂ താഴ്ത്തു വരുള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറെ നേരം നിൽക്കാം, കാറ്റിനെയൊക്കെ നമുക്ക്. അത് ഫൺ ജമ്പിനൊക്കെ ഈ ഗ്ലൈഡേഴ്സ് കണ്ടിട്ടില്ല, യു ക്യാൻ ഹാവ് ഫൺ ഇൻ ദ എയർ. ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. നല്ലൊരു എല്ലാവരും ചാടണമെന്ന് ഞാൻ പറഞ്ഞു ജീവിതത്തിൽ. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അപ്പൻ ബുഷ് 75-ാം വയസ്സിലും പുള്ളി ബർത്ത്ഡേ ആഘോഷിച്ച് പാരച്യൂട്ട് എന്ന് ചാടിയ. ടോം ക്രൂസ് കണ്ടില്ലേ, 10-60 വയസ്സായില്ലേ, ആ ഷോട്ടിന് വേണ്ടി 16 തവണ. അത് പുള്ളി പാരച്യൂട്ട് ചാടിയിട്ട് തീ കത്തിച്ചെന്നുള്ളതാണ്. ഈസ് എ ബ്രേവ് ഹാർട്ട്. നമ്മൾ ഈ ചാടുമ്പോ പാരച്യൂട്ടിൽ ചാടുമ്പോ ഫിസിക്കലി പാനിക് അറ്റാക്ക് പോലെയോ അല്ലെങ്കിൽ ഉണ്ടാവാം, അങ്ങനെയൊക്കെ വരാലോ. അങ്ങനെ നമ്മൾ ആദ്യമേ പാരച്യൂട്ടിൽ നല്ല ചാടുന്നത്. ആദ്യം ഈ ബെഞ്ചിൽ നിന്ന് ചാടും, പിന്നെ ഈ കെട്ടിടത്തിൽ നിന്ന് ചാടും, പിന്നെ 100 അടി പൊക്കത്തിൽ നിന്ന് ചാടും, പിന്നെ പള്ളിയുടെ മേളിൽ നിന്ന് ചാടും. അപ്പം ഗ്രാജുവലി ദ ട്രെയിനിങ് ഈസ് എക്സലന്റ്. ലോകത്തിലെ ഏറ്റവും നല്ല ട്രെയിനിങ് നമുക്ക് കിട്ടുന്നത്. അത് ഒരു മാവേ കയറാത്ത എനിക്കും പാരച്യൂട്ടിൽ നിന്ന് ചാടാമെങ്കിൽ ഐ എം ടെല്ലിങ് ഓൾ മലയാളീസ് യു ക്യാൻ ഡു എനിത്തിങ് ഞാൻ പ്രൂവ് ചെയ്ത ആളാണ്. ഇതൊക്കെ റിയൽ ലൈഫിൽ ചെയ്തതാണ്, സിനിമയിലല്ല. റിയൽ ലൈഫിൽ ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോൾ ആർക്കും പരിശീലനത്തിലൂടെ എന്തും നേടാമെന്ന് തെളിയിച്ചിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു വാറോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഫേസ് ചെയ്തപ്പോഴാണ്? ഇറാഖിൽ വന്നപ്പോഴാണ്. ഇറാഖിലാണ്. ഇറാഖിലേക്ക് നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട് ഈ ബോർഡറിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നവര്, ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ. അത് ശരിയാണോ? സ്കഡ് മിസൈൽസ്, RPG റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡ്സും നമ്മളത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം. ഇങ്ങനെ ഇപ്പം ഗൾഫിലുള്ളവരൊക്കെ കണ്ടെന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ പോകുന്ന ഈ കരിമരുന്ന് കലാപ്രകടനം പെരുന്നാളിനും അമ്പലത്തിലൊക്കെ പൊട്ടണ പോലെ. സോ നമ്മളത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതിനേക്കാൾ ഉപരി നമ്മൾ സമാധാനത്തോടെ ജീവിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം നമ്മൾ ഏത് സമയത്തും ക്യാമ്പിലൊക്കെ വന്ന് ഇത് വീഴാം. അപ്പം പിന്നെ നമ്മൾ ഈ യുദ്ധത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒത്തിരി പ്രിപ്പറേഷൻ ഉണ്ട്.
കോൺവോയ് ലൈവ് ഫയർ എക്സർസൈസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കോൺവോയ് ആയിട്ട് 14 വണ്ടി നമ്മൾ പോകുന്നു. അപ്പം നമുക്കെതിരെ അവിടെ നിന്നുകൊണ്ട് വെടിവെക്കുന്നു. അപ്പം നമ്മളതിനെ ഷീൽഡ് ഉപയോഗിച്ച്, അത് ബ്ലാങ്ക്സ് ആയിരിക്കും എങ്കിലും നമുക്ക് ഈ വെടി വരുന്നതൊക്കെ കാണാം. അതായത് ആ ഒരു ഫയറൊക്കെ കാണാം. അപ്പം നമ്മളിത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോവാണ്. അപ്പോൾ ഇറാഖ് പോലെയുള്ള രാജ്യത്തെ ടെറൈൻ നമ്മൾ അമേരിക്ക തന്നെ ബിൽഡ് ചെയ്ത് ആ ഒരു ടെറൈനിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നു. അപ്പോൾ എതിരാളികളായ അവിടുത്തെ ലുക്കുള്ള ആൾക്കാർ, അമേരിക്ക വന്നവരെ ഉപയോഗിച്ച് നമുക്കെതിരെ വെടിവെപ്പിക്കുന്ന, അതിനാണ് കോൺവോയ് ലൈവ് ഫയർ എക്സർസൈസ് ഒക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു 10 ചെയ്യുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആവും. ഇതാണ് നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡി. ഇപ്പം അക്ലമേറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ടെസ്റ്റിന് അവിടെ പോയി. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നേരത്തെ നമ്മുടെ കളിക്കാർ പോയി ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 5th ഡേ ടെസ്റ്റിന് എത്തിയല്ലോ. ഇപ്പോൾ ഇന്ത്യ ഈസ് പ്ലേയിങ് ടെസ്റ്റ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ നമ്മൾ അതിനു മുമ്പേ നമ്മൾ അവിടെ പോയി ജീവിച്ച് അവരെങ്ങനെയാണോ കളിക്കുന്നത് അതേ രീതിയിലൊക്കെ കളിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ വി ട്രെയിൻ. അപ്പോൾ അവിടുത്തെ ഇറാഖികളെ കൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇറാഖിൽ ഫസ്റ്റ് ക്യാമ്പിൽ ചെന്നിട്ട് അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു അവിടെ വെച്ച്. സ്വാഭാവികം. കാരണം യു ആർ ഇൻ എ കോമ്പാറ്റ് സോൺ. അവിടെ നോ മെഴ്സി. അവിടെ പൽഗാമ, കാശ്മീരൊക്കെ പോലെ എപ്പോഴും ഒരു പേടിപ്പിക്കുന്ന ഒരു, അവർ ഏത് നേരത്തും നമുക്ക് അൺകൺവെൻഷണൽ ആണല്ലോ. ഇപ്പം ഇറാനിലൊക്കെ ഇനി നടക്കാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൺവെൻഷനല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ചെസ് കളിക്കുന്ന പോലെ ഇവിടുന്ന് ഒരു പിടി ഇങ്ങനെയുള്ള യുദ്ധമല്ല. അത് ചിലപ്പോൾ മസ്ജിദിൽ നിന്ന് വരാം, സ്കൂളിൽ നിന്ന് വരാം, ഹോസ്പിറ്റൽസിൽ നിന്ന് വരാം. ഈ 3 സ്ഥലത്തു നിന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചു വെടിവെക്കാൻ റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് എതിരാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു വെടിവെക്കാൻ പറ്റിയല്ല. അപ്പൊ ഞാൻ വെടിവെച്ചെങ്കിൽ നേരെ ജയിലിലോട്ട് പോവാം 20 വർഷം. അങ്ങനെ എന്റെ കൂട്ടുകാർ ഇഷ്ടം പോലെ അകത്ത് കിടക്കുന്നവരുണ്ടായിരുന്നു. ആവശ്യം ഉണ്ടായിട്ടും റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് ഉണ്ട്. അത് നമ്മൾ പാലിക്കണം. അല്ലെങ്കിൽ നമ്മളോട് പറയും, നമ്മുടെ കോൺവോയ് കമാൻഡർ പറയും, നിങ്ങൾ വെടിയുതിർക്കാൻ അനുവാദം തരും. ഇത് ഏത് ജയിലിൽ കിടക്കുക? US ജയിലിൽ. ഞങ്ങളുടെ സോൾജേഴ്സ്. കാരണം അത് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്ത് ഹി ഫയർഡ് ബിഫോർ ദ ഓർഡർ വാസ് ഗിവൺ. അപ്പൊ ചിലർ ഈ പറഞ്ഞ പോലെ ശരിയാ പേടിച്ചിട്ടേ, ചിലര് ഡിപ്ലോയ്മെന്റ് വന്നിട്ട് ഇറാഖി ഞങ്ങൾക്ക് ഈ ബാത്റൂമിൽ കയറി വെടിവെച്ച് മരിച്ചവരുണ്ട്, ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. കൊച്ചു പിള്ളേരല്ലേ, 18 വയസ്സിലൊക്കെ എന്നാ മെച്യൂരിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി നമ്മുടെ കൂട്ടുകാരന്മാരായിട്ടുള്ള കൊമ്രാഡ്സ് ഒക്കെ അങ്ങനെ. ഒരു സോൾജിയർ, ഒരു അമേരിക്കൻ സോൾജിയർ മേത്തിടുന്ന കിറ്റ് ടോട്ടൽ എന്ത് വെയിറ്റ് വരും എല്ലാം കൂടി? ഗുഡ് ക്വസ്റ്റ്യൻ. ആക്യുറേറ്റ് ആൻസർ എനിക്ക് അറിയത്തില്ല. 7 pounds ആണെന്ന് തോന്നുന്നു. M16 വിത്തൗട്ട് ലോഡഡ്, ഓർ ഇറ്റ് കുഡ് ബി മോർ. കാരണം ഞാനിപ്പോൾ 10 വർഷമായി ഇതൊക്കെ ബോർഡ് എക്സാമിന് ചോദിക്കുന്നതായിരുന്നു. ഇറ്റ്സ് പ്രിറ്റി ഹെവി. കാരണം നമ്മുടെ ഈ പ്ലേറ്റ്സ് ഞങ്ങൾ പറയുന്നത് കവചം ഉടുപ്പിന് പുറമേ നമ്മൾ ഇടുന്നത്, പിന്നെ നമ്മുടെ ഹെൽമെറ്റ്, പിന്നെ നമ്മുടെ ഗാർഡ്സ്, പിന്നെ മുട്ടയിൽ മൊത്തത്തോടെ ഇതെല്ലാം കൂടെ ഒരു ഇപ്പം 60 കിലോ ഉള്ള ഞാൻ ഒരു 80 കിലോ 85 കിലോ 25 കിലോയുടെ സാധനം കൂടെ ജസ്റ്റ്, പിന്നെ അല്ലാതെ 50 പൗണ്ടിന്റെ 25 കിലോയുടെ റക്സാക്ക്, പിന്നെ ഇതിന്റെ എല്ലാം തരാം. ഒരു 100 കിലോ 60 കിലോ 40 കിലോ നമ്മൾ ചോദന നടക്കുന്നത്. അപ്പോൾ യു ഷുഡ് ബി റെഡി. ഒരു 8 മണിക്കൂർ ഇതും പിടിച്ചുകൊണ്ട് ഓടാനും ചാടാനും യുദ്ധം ചെയ്യാനും റെഡി ആയിരിക്കണം. നമ്മുടെ കയ്യിൽ മെഡിസിൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഈ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ NBC മാസ്ക് നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടൊരു ലൈഫ് എക്യുപ്മെന്റാണ്. ഏത് സമയത്തും എന്തെങ്കിലും വാതകം പൊട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്ക് എടുത്ത് ധരിച്ച് നമുക്ക് രക്ഷപ്പെടാം. ചിലരൊക്കെ ബൈക്ക് അത് വെച്ചുകൊണ്ട് ഓടിക്കുന്നതാണ് വലിയ മാസ്ക്. ദാറ്റ് വിൽ ആക്ച്വലി ഫിൽറ്റർ ഓൾ കൈൻഡ്സ് ഓഫ് ബയോളജിക്കൽ കെമിക്കൽ ഏജൻസ്. അത് ആർമിക്കുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് വി ഹാവ് ഹിയർ ഇൻ ഇന്ത്യ. അപ്പൊ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ് നമ്മൾ നോക്കണം. അത് പൊടി കയറാതെ, മണൽക്കാറ്റുള്ള സ്ഥലങ്ങളാണ്. പിന്നെ നമ്മുടെ കയ്യിൽ 3 ഇഞ്ചക്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു തേള് കടിച്ചാൽ അല്ലെങ്കിൽ പാമ്പ് കടിച്ചാൽ നമ്മൾ തന്നെ സെൽഫ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം. നമുക്ക് ഇപ്പം എന്തെല്ലാം തരത്തിൽ നമ്മൾ പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുത്താൻ, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ. സോ വി ഹാവ് മെഡിസിൻസ് ഓൺ അവർ റൈറ്റ്. അതുപോലെ പിന്നെയുള്ളത് ഫുഡാണ്. ഫുഡ് അതിനെന്തായിരിക്കും? ഫുഡിന് നമ്മുടെ കയ്യിൽ ഒരു മീൽ റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് MRE, മീൽ റെഡി ടു ഈറ്റ്. നമുക്കത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നല്ല 100 ഡിഗ്രി ചൂടിൽ തിളച്ച് നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങി കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജമ്പലായ പലതരം ഫുഡ്സ് ഉണ്ട്. വെള്ളം ഒരു പ്ലാസ്റ്റിക് കൂടിനകത്തോട്ട് ഒഴിച്ച്, അത് അലുമിനിയം ഫോയിലുള്ള പ്ലാസ്റ്റിക്കിൽ ഒഴിച്ച് ഫുഡ് കുക്ക് ചെയ്ത് കിട്ടും. അരി ചോറാക്കി തരും ഒരു 3 മിനിറ്റ് കൊണ്ട്. എല്ലാം റെഡി ആയിട്ട് നമ്മൾ പോണത്. കാരണം ഇത്ര 1000 കലോറി കഴിക്കാം നമുക്ക്. നമ്മൾ സർവൈവലാണല്ലോ. ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് ആസ് എ സോൾജിയർ, ഡ്രിങ്ക് വാട്ടർ ആൻഡ് ഡ്രൈവ് ഓൺ പറയുന്നത്. എന്തിയേറെ വെള്ളം കുടിക്കുക, അത്രയും നല്ലത്. കാരണം ഇത്രയും കവചം ധരിച്ച് ഒത്തിരി പേര് ഡീഹൈഡ്രേഷനോട് മരിച്ചു പോയിട്ടുണ്ട്.
അതല്ലേ? ഓ. അവിടുത്തെ 140 ഡിഗ്രി ചൂടാ, ആ. ഫാരൻഹൈറ്റ് ഞാൻ പറയുന്നത്, ആ, ആ, ആ. ഇറാഖിലൊക്കെ, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലെ. ഓ. ആ ചൂടിൽ ഇത്രയും കവചവും ധരിച്ച് ഇറ്റ്സ് അൺസൈക്കബിൾ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര അതിനെ ബുദ്ധിമുട്ടാണ്. തിരിച്ച്. പക്ഷേ ഇതിനൊക്കെ നമ്മുടെ മൈൻഡ് ഓവർ മാറ്റർ ആണ് കേട്ടോ. അതാണ് ഈ സോൾജേഴ്സിൻ്റെ ആ ഒരു വ്യത്യാസം. ആ. അപ്പോൾ ഈ സമയത്ത് വി ഷുഡ് റെക്കഗ്നൈസ് ആൻഡ് അക്നോളജ് അവർ ഇന്ത്യൻ സോൾജേഴ്സ്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പട്ടാളക്കാരെയും നമ്മൾ ഓർത്ത് ബഹുമാനിക്കുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇതേ നടപടി തന്നെയാണ് അവരും സ്വീകരിക്കുന്നത്. ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി രാജ്യം കാക്കുന്ന അനേകായിരം സോൾജേഴ്സിനും എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. ഓ, അവർക്കും പ്രണാമം. താങ്ക് യു. Yeah.